1953. ഒറ്റ ഭാഷയിൽ പറഞ്ഞ പഞ്ചഷീൽ കേട്ടിട്ടുണ്ടോ? പഞ്ചഷീലാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി. 5 principles. Mutual respect for each other's territorial integrity. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ സെൻട്രൽ തീം 5 കാര്യങ്ങൾ. ഇപ്പോഴും അത് തന്നെ. കോൺഗ്രസ് പീരീഡിൽ വന്ന ഫോറിൻ പോളിസിയിൽ ഇന്ന് വരെ വലിയ മാറ്റം വന്നിട്ടില്ല. The original foreign policy evolved by Jawaharlal Nehru continues even now. എന്തെല്ലാമോ പ്രശ്നങ്ങൾ വെല്ലുവിളികളെല്ലാം ഇന്ത്യക്ക് ഉണ്ടായിട്ടും ഒറിജിനൽ 5 points അങ്ങനെ നിൽക്കുകയാണ്. വാട്ട് ഈസ് ദ ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ? ഫോറിൻ പോളിസിയിൽ മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. Number 2, non-intervention in the internal affairs of another country. Peaceful coexistence. Settling disputes by peaceful means. Non-aggression. ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കുകയില്ല. ഇതിൽ ചൈനയും ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ചൈന മറന്നുപോയെന്നാ പറഞ്ഞു. ഈ പഞ്ചഷീലിൽ ചൈനയും അന്ന് പ്രഖ്യാപനത്തിൽ ജോയിന്റ് കമ്മ്യൂണിക്കെ ഇത് ഇറക്കിയത് 53. ഫസ്റ്റ് അറ്റാക്ക് 1962 ലഡാക്ക് റീജിയനിൽ ചൈനീസ് അറ്റാക്ക്. സി ജിൻപിങ് എല്ലാ ഹെഡ്സ് ഓഫ് ദ ഇപ്പോൾ നടക്കുന്ന കോൺഫറൻസസ് എല്ലാം കുറച്ച് അറിയണം. ചൈനീസ് പ്രൈം മിനിസ്റ്റർ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അമേരിക്കൻ പ്രസിഡന്റ് ഇവരെല്ലാം പങ്കാളികളായിട്ട് വന്നു ചേരുന്ന ഇത്തിരി കോൺഫറൻസസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുത്ത ധാരാളം കോൺഫറൻസ് നടന്ന് അത് അറിഞ്ഞേ മതിയോ? ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. എസ്പെഷ്യലി ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്, അവരുമായിട്ട് നമുക്ക് എക്കണോമിക് അലയൻസ് ഉണ്ട്, എക്കണോമിക് ട്രക്ക് ഉണ്ട്. വി ആർ നോട്ട് എ മെമ്പർ ഓഫ് ദ ആസിയാൻ. നമ്മൾ ആ റീജിയനിൽ പെടുന്ന രാജ്യമല്ല. പക്ഷെ ധാരാളം കരാറുകളുണ്ട്. ധാരാളം കരാറുകൾ ഈയിടയ്ക്ക് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ജപ്പാനുമായിട്ട്, ചൈനയുമായിട്ട്, ശ്രീലങ്കയുമായിട്ട്, സോ മെനി. അതെല്ലാം വി മസ്റ്റ് ബി അവെയർ. കുറച്ചൊക്കെ ഈ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ ഇതുപോലുള്ള മാഗസിൻസ് വാങ്ങിച്ചാൽ ഇതെല്ലാം അതിനകത്ത് കാണും. ഞാൻ സമയം കിട്ടിയാൽ ഐ ഷാൽ സർവേ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്. ഇപ്പോൾ യൂറോപ്യൻ ബ്രിയെക്സിറ്റ്, ബോറിസ് ജോൺസൺ ഈ ഇടയ്ക്ക് നടന്ന ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി ഗോട്ട് എ മെജോറിറ്റി, തമ്പി മെജോറിറ്റി ഇൻ ദ ഹൗസ് ഓഫ് കോമൺസ്. ബ്രിയെക്സിറ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഇംഗ്ലണ്ട് വൈ ഇറ്റ് ഷുഡ് ഗോ എവേ ഫ്രം യൂറോപ്യൻ യൂണിയൻ? യൂറോപ്യൻ യൂണിയന്റെ ലൊക്കേഷൻ എവിടെയാണ്? ബെൽജിയത്തിൽ ബ്രസൽസിലാണ് ഈ യൂറോപ്യൻ യൂണിയൻ. മോർ ദാൻ 30 കൺട്രീസ് എങ്ങാനും മെമ്പറാണ്. ഇംഗ്ലണ്ട് അതിൽ മെമ്പറായിരുന്നു. അവർ ശരിയോ തെറ്റോ അതിൽ നിന്ന് പിൻവലിച്ചു. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് മാറി വന്നു. തെരേസ മേ പോയി, ഇത് ബോറിസ് ജോൺസൺ വന്ന് ഈ ഇടയ്ക്ക് ഇലക്ഷൻ നടത്തിയ കൺസർവേറ്റീവ് പാർട്ടിക്ക് അതിൻ്റെ കെയർ ഓഫിൽ ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്തു. അതിൻ്റെ റിപ്പർക്കഷൻസ്, അതിൻ്റെ ഡാമേജ് എന്താണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ കണ്ടിന്യൂ ചെയ്താൽ അവിടുത്തെ പോപ്പുലേഷന്, യൂറോപ്യൻ യൂണിയൻ നാഷൻസിൻ്റെ പോപ്പുലേഷനിൽ ഒരു ഫ്രീ എൻട്രി ഇംഗ്ലണ്ടിൽ കിട്ടും. അവർക്കെല്ലാം അവിടെ വരാം, ബിസിനസ് നടത്താം, ടാക്സ് സെപ്പറേറ്റ് കൊടുക്കണ്ട. അങ്ങനെ വന്നപ്പോൾ ഇന്ന് ലണ്ടൻ സിറ്റിയിൽ നോൺ ഇംഗ്ലീഷ് പോപ്പുലേഷനാണ് കൂടുതൽ. അതുകൊണ്ടാണ് അവർ വിഷമിച്ചിട്ട് പറഞ്ഞ് മറ്റുള്ളവരൊന്ന് ഇവിടെ വന്ന് മൈഗ്രേഷൻ നടത്തി ഇംഗ്ലണ്ട് നോൺ ഇംഗ്ലണ്ടായിട്ട് മാറ്റുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, വി ഗോ അവേ ഫ്രം ബ്രിയെക്സിറ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ വേറെ ഏജൻസീസ് ധാരാളം ഉണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് ഇൻ്റർനാഷണൽ ഏജൻസീസ് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. റൈറ്റ്. എനിവേ, നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഓഫീസ് ഓഫ് ദ ഗവർണർ പഠിപ്പിച്ചോ? ഓഫീസ് ഓഫ് ദ ഗവർണർ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രയോജനം സിവിൽ സർവീസിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യന് ഗവർണർ ഈസ് എ വെരി കോൺട്രവേഴ്ഷ്യൽ പേഴ്സണാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷന് ദ ഓഫീസ് ഓഫ് ദ ഗവർണർ, ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. കേരളത്തിൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചാൽ ഗവർണർ. ആരുടെ പേരിൽ ഭരണം നടക്കുന്നത്? ഗവർണർ. ആർട്ടിക്കിൾസ് 153 to 167 ലേൺ ബൈ ഹാർട്ട്. 5 പ്രാവശ്യം 10 പ്രാവശ്യം പറയുക. പ്രിലിംസിന് മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിലിംസിന് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല.
അവർ എയിം ഈസ് മെയിൻസ്. ആ മെയിൻസിലേക്ക് നീങ്ങുന്ന സമയത്ത് എന്തെല്ലാം അറിയാൻ പറ്റുമോ അതെല്ലാം ഗ്യാദർ ചെയ്യണം. അനേക കാൻഡിഡേറ്റ് സിവിൽ സർവീസിൽ ഐ ഹവ് വാച്ച്ഡ് സോ മെനി കാൻഡിഡേറ്റ്. പ്രിലിംസ് കിട്ടി, മെയിൻസ് വരുമ്പോൾ പ്രിലിംസിൻ്റെ നോളജ് പോരാ. മെയിൻസിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ ആൻസേഴ്സ്. പ്രിലിംസ് മീൻസ് ഇൻഫർമേഷൻ. എൻ്റെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പ്രിലിംസ് പാസ്സാവാം, പക്ഷെ അത് അവിടെ ആപ്ലിക്കബിൾ ആവില്ല. അതിൻ്റെ പ്രയോജനം മിനിമമേ ഉള്ളൂ. അവിടെ ആൻസേഴ്സ് മസ്റ്റ് ബി ഡിസ്ക്രിപ്റ്റീവ് ആസ് വെൽ ആസ് അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നത്. അതിനു വേണ്ടിയാണ് ഇപ്പോഴേ ദ ഓഫീസ് ഓഫ് ദ ഗവർണർ ഈസ് ഫങ്ഷനിങ് only as a constitutional functionary, no politics. Articles 143 to 167 വേറെയും ഒന്ന് രണ്ട് പ്രൊവിഷൻ ഉണ്ട് ഗവർണറെ കുറിച്ച്. അപ്പോൾ ഗവർണർ ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ദ ഗവർണർ ഹാസ് നോ കണക്ഷൻ വിത്ത് ദ പോളിറ്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഹി മസ്റ്റ് ഫങ്ഷൻ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറി. No bias with the parties. He keeps away from party politics. അങ്ങനെയുള്ള സ്ഥാനക്കാരനെ അപ്പോയിന്റ് ചെയ്യുന്നത് ദ പ്രസിഡന്റ്. പലപ്പോഴും അത് പൊളിറ്റിക്സ് ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഗവർണർമാരുടെ ലീൻ വിത്ത് ദ BJP ഈസ് എ ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ്. പക്ഷെ സർക്കാരിയ കമ്മീഷൻ 1983-88 കേന്ദ്ര സ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ 3 കമ്മീഷൻസിനെ കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1983-88 സർക്കാരിയ കമ്മീഷൻ, ദെൻ 2000 വെങ്കടചെല്ലയ്യ കമ്മീഷന്, ദെൻ ലേറ്റർ 2007 പുഞ്ചി കമ്മീഷൻ. ഈ 3 കമ്മീഷനെ വച്ചിട്ടുണ്ട്. അതിൽ സർക്കാരിയ കമ്മീഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. The സർക്കാരിയ കമ്മീഷൻ അദ്ദേഹം ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇരുന്ന ആളാണ് സർക്കാരിയ. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ പറഞ്ഞ ഒരു കാര്യം, ആസ് ഫാർ as possible non-political personalities must be appointed as governors. He should not have any political controversy. രാഷ്ട്രീയമായിട്ട് അപവാദങ്ങളുള്ള ആൾക്കാരെ ഗവർണർമാരായിട്ട് വയ്ക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ. അതിനുശേഷം വി ആർ ഫൈൻഡിങ്, ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് സദാശിവം, ഹി വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഫാത്തിമ ബീവി ഫ്രം കേരള, ഷി വാസ് അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദെൻ ലേറ്റർ ദ ഗവർണർ ഓഫ് തമിഴ്നാട്. അപ്പോൾ അങ്ങനെയുള്ള ജഡ്ജിമാരെ ഗവർണറായിട്ട് വയ്ക്കാം. ജേർണലിസ്റ്റ്, എക്സ് സയൻറ്റിസ്റ്റ്, ദ സ്പേസ് സയൻറ്റിസ്റ്റ് APJ അബ്ദുൽ കലാം ഹു ബിക്കേം ദ പ്രസിഡന്റ്, അങ്ങനെയുള്ള സ്ഥാനക്കാരെ എല്ലാം ഈ പോസ്റ്റിലേക്ക് ഗവർണറായിട്ട് വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ. അതിനുശേഷമാണ് നോൺ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ബിക്കേം ദ ഗവർണേഴ്സ്. എനിവേ, ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് നോർമലി ഫോർ എ പീരിയഡ് ഓഫ് 5 years. ഒരു പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ദ ഗവർണർ ഫോർ എ ടേം ഓഫ് 5 years whether the term 5 years is mandatory. compulsory ആണോ? അല്ല. Before the end of the 5-year period, the governor may resign his position by writing a letter to the president. The president can ask him to relinquish his office voluntarily. Finally, the governor may also be dismissed from service. അവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ക്യാൻ ദ ഗവർണർ ബി ഡിസ്മിസ്ഡ്? ജാർഖണ്ഡിൽ ഗവർണറെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടല്ലോ, അരുണാചൽ പ്രദേശിൽ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടല്ലോ, തമിഴ്നാട്ടിൽ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാം, എ ഗവർണർ ക്യാൻ ഓൾസോ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് ബിഫോർ ദ എൻഡ് ഓഫ് ദ ടേം ഓഫ് 5 years. അങ്ങനെ ഒരു ഐഡിയ ഫോം ചെയ്ത് വെച്ചോളൂ കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ. ആൻഡ് ദ ഗവർണർ മസ്റ്റ് ബി ഹാവിങ് സർട്ടൻ ക്വാളിഫിക്കേഷൻസ്. Number 1, he must be a citizen of India. അതിൽ സംശയമില്ല. Number 2, he must have attained the age of 35 years. Must not be less than 35 years. Must not hold any other office of profit.
വരുമ്പടി ഉണ്ടാക്കുന്ന ജോലി പാടില്ല, ഉണ്ടെങ്കിൽ രാജിവെച്ചിട്ട് ഗവർണറാകാം. മസ്റ്റ് നോട്ട് ബി എ കോൺട്രവേഴ്സ്യൽ പേഴ്സൺ എന്ന് സർക്കാർ കമ്മീഷൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ നോർമലി ദ ഗവർണർ മസ്റ്റ് നോട്ട് ബിലോങ് ടു ദാറ്റ് സ്റ്റേറ്റ് വെയർ ഹി ഈസ് അപ്പോയിന്റഡ് ആസ് ദ ഗവർണർ. കേരളത്തുകാരനെ കേരളത്തിൽ ഗവർണറാക്കി. ഇതെല്ലാം സാധാരണമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നു. ആൻഡ് ഓൺസ് അപ്പോയിന്റഡ് ടു എ സ്റ്റേറ്റ്, he takes the oath of office. വലിയ സ്ഥാനക്കാരെല്ലാം സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രോമിസ്, ഒരു ഓത്ത് ഓഫ് ഓഫീസ് നടത്തണം. അതെല്ലാം ഭരണഘടനയിൽ ഷെഡ്യൂൾ 3 പറയുന്നു. What shall be the forms of oaths to be taken by certain persons? പ്രസിഡന്റ് എന്ത് പറയണം, വൈസ് പ്രസിഡന്റ് എന്ത് പറയണം, എല്ലാം എഴുതി വെച്ചു. 3ാമത്തെ ഷെഡ്യൂളിൽ അപ്പൊ ഗവർണർ ഷാൽ ടേക്ക് ദ ഓത്ത് ഓഫ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ടു ദ എഫക്ട് ദാറ്റ് ഗവർണർ എന്താ പറയുക? ഗവർണർ സ്ഥാനത്തിൽ വരുന്ന ആള് പറയേണ്ട വാചകം MLA പറയുന്ന വാചകമല്ല, സുപ്രീം കോടതി ജഡ്ജി പറയുന്ന വാചകമല്ല. അത് അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. While taking the oaths of offices, the different dignitaries take oaths of office in different words. I mean comment. എന്തുകൊണ്ട് ഒരേ വാചകം എല്ലാവരും പറയാത്തത് എന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അവരുടെ പൊസിഷൻ അനുസരിച്ച് പ്രസിഡന്റിന്റെ പൊസിഷന്, ടോപ്പ് പൊസിഷൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒന്നുപോലെ പറയും. എന്തായാലും ഗവർണറും പറയുന്നത് ബിഫോർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട്, ഐ ഷാൽ അപ്ഹോൾഡ്, ഡിഫെൻഡ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഐ ഷാൽ അപ്ഹോൾഡ് ഉയർത്തിപ്പിടിക്കുക, ഡിഫെൻഡ് പരിരക്ഷിക്കുക, ആൻഡ് നടപ്പാക്കുക. ഭരണഘടന മാത്രമല്ല, ആൻഡ് ദ ലോസ് മെയ്ഡ് ദെയർ അണ്ടർ. ഭരണഘടനയുടെ താഴെ നിന്നുകൊണ്ട് പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കുന്ന നിയമങ്ങൾ അതുപോലെ നടപ്പാക്കും എന്നാണ് വാചകം. അപ്പൊ ഗവർണറുടെ പവർ പരിശോധിച്ചാൽ ഹി എക്സർസൈസസ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ, മിസലേനിയസ് ആൻഡ് ഡിസ്ക്രിഷണറി പവേഴ്സ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. വിവേചനാധികാരം. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പീരിയാഡിക്കലായിട്ട് റിപ്പോർട്ട് ഡൽഹിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ ഒരു ജോലിയാണ്. ഹി വാച്ചസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ വിത്തിൻ ദ സ്റ്റേറ്റ് ഓഫ് ദ കേരള. സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പീരിയാഡിക്കൽ റിപ്പോർട്ട് ഡൽഹിക്ക്, ഹോം മിനിസ്ട്രിക്ക്. ഹോം മിനിസ്ട്രിയാണ് ഗവർണറെ നിയന്ത്രിക്കുന്ന സ്ഥാനം. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് പ്രസിഡന്റിന്റെ പ്രവർത്തനം. എനിവേ ഗവർണർ എക്സർസൈസസ് എക്സിക്യൂട്ടീവ് പവർ, ഫസ്റ്റ് പവർ. അവർ ഗവർണറുടെ സ്ഥാനം എക്സിക്യൂട്ടീവ് പവർ മാത്രം പറയാം. It shall be the duty of the governor to execute the laws of the state, the constitutional provisions, and makes top appointments to the government. He appoints the chief minister and on his advice the other ministers immediately after election to the legislative assembly. Normally the majority party leader is appointed as the CM. നമുക്കറിയാമല്ലോ മഹാരാഷ്ട്രയിൽ ഈ ഇടയ്ക്ക് നടന്നത്, അതിനു മുമ്പ് കർണാടകത്തിൽ നടന്നത്. മഹാരാഷ്ട്രയിൽ BJPയുടെ ആളിനെ CM ആയിട്ട് ആദ്യം വച്ചത് കുറിച്ച് സുപ്രീം കോർട്ട് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. Why? If no single party has majority in the legislative assembly, the governor has the discretion. എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഇതുവരെ എഴുതിയിട്ടില്ല. The governor has the discretion to choose the leader of the largest party and appoint him as the chief minister. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഒന്നും പറഞ്ഞില്ല.
അവിടുത്തെ ഗവർണർ ഇങ്ങനെ ഒരു ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ വിളിച്ച് CM ആയിട്ട് വച്ചല്ലോ ഗവർണർ കാണിച്ചത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഭരണഘടനയിൽ എവിടെയും പറയാത്ത കാര്യം സുപ്രീം കോർട്ടും പരാമർശിച്ചില്ല. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ ദേ കുഡ് നോട്ട് പ്രൂവ് ദെയർ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദേ റിസൈൻഡ് ആൻഡ് വെന്റ് അവേ. കർണാടകത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഗവർണർ നോർമലി ഹിസ് ഡ്യൂട്ടി ഈസ് ടു ഇൻവൈറ്റ് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ആർ ദ കോയലീഷൻ ഓഫ് പാർട്ടീസ് അപ്പോയിന്റ് ഹിം ആസ് ദ ചീഫ് മിനിസ്റ്റർ. അതാണ് ഗവർണർ ചെയ്യാനുള്ളത്. അങ്ങനെ പറ്റാതെ വരുന്ന സമയത്ത് ഇവിടെ നടന്ന ഏർലിയർ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് വെച്ച് നോക്കിയാൽ ഗവർണർ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിച്ച ഗവർണർമാർ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം അവിടെ കിട്ടിയില്ലെങ്കിൽ ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ വിളിച്ച് ഒരു ചാൻസ് കൊടുത്തു നോക്കുക. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഒരാളിനെ വിളിക്കുക. ഇതിവിടുത്തെ പ്രാക്ടീസിലുള്ള കാര്യമാണ്. ഫാത്തിമ ബീവി അന്ന് തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ MLA ആവശ്യപ്പെട്ടു ജയലളിത മസ്റ്റ് ബി മെയ്ഡ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററായിട്ട് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്ന് പറഞ്ഞു അവരെ എനിക്ക് ചീഫ് മിനിസ്റ്ററായിട്ട് വയ്ക്കാൻ പറ്റുകയില്ല, കാരണം അവർക്കെതിരായിട്ട് ഇലക്ഷൻ കേസുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കില്ല, അവർ ഒരേ സമയം 4 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തതുകൊണ്ട് ഷീസ് ഡിസ്ക്വാളിഫൈഡ്, അവരെ CM ആക്കാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ 234 MLA-മാരിൽ 184 MLAs DADMK MLAs പറഞ്ഞു അവരെ CM ആക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നില്ല. നിവൃത്തിയില്ലാതെ ഫാത്തിമ ബീവി ഇൻവൈറ്റഡ് ജയലളിത ആൻഡ് അപ്പോയിന്റഡ് ആസ് ചീഫ് മിനിസ്റ്റർ. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ കേസ് അനുസരിച്ച് ജയലളിതയ്ക്ക് MLA ആകാനുള്ള ചാൻസേ ഇല്ലാത്തത് കൊണ്ട് CM ആയത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കാൻ പറഞ്ഞു. അവർ രാജിവെച്ചിട്ട് പോയി. വെദർ ദർ വാസ് എനി സ്റ്റേറ്റ്മെൻറ്റ് എഗൻസ്റ്റ് ദ ഗവർണർ ഓഫ് തമിഴ്നാട്, ഫാത്തിമ ബീവിക്ക് എതിരായിട്ട് ഒരു പരാമർശവും വന്നിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ ഷീ റിസൈൻഡ് ആൻഡ് കെയിം ഔട്ട്. അപ്പോൾ ഗവർണറുടെ സ്ഥാനത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 1-2 പോയിന്റ് ചിലപ്പോൾ ചോദിക്കാം, എസ്പെഷ്യലി ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഇവൻറ്റ്സ് ഇൻ കർണാടക ആൻഡ് മഹാരാഷ്ട്ര. അവിടെയെല്ലാം ഗവർണറുടെ റോൾ എന്തായിരുന്നു? നേരത്തെ അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശിലെങ്ങാനും ഗവർണർ ഡിസ്മിസ് ചെയ്തത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തികളുടെ പേരുകളോ അതൊന്നും ചോദിക്കുന്നില്ല. In recent years, the office of the governor is subject to criticism because 4 choice തരാ. He is stepping the constitutional provision. ഭരണഘടനയിൽ പറയാത്ത എന്തെങ്കിലും കാര്യം ഗവർണർ ചെയ്താൽ that is to be criticized. He has to act only according to the provisions of the constitution. Right?